എമ്പുരാൻ സിനിമയ്ക്കെതിരെ തമിഴ്നാട്ടിലും പ്രതിഷേധം. തമിഴ്നാട് കർഷക സംഘടനകളും സംരക്ഷണ സംഘടനയും പീപ്പിൾസ് അതോറിറ്റി ഓർഗനൈസേഷനും പ്രതിഷേധ പ്രകടനം നടത്തി. പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ഫോട്ടോകളിൽ ചെരുപ്പ് കൊണ്ട് അടിച്ചാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ദൃശ്യങ്ങൾ ഇവിടെ തിരിഞ്ഞാലും നമുക്കിപ്പം കാണാൻ സാധിക്കുന്നത് ഈ ഒരു എമ്പുരാൻ വിഷയം തന്നെയാണ്. അത്രയ്ക്ക് വലിയ രീതിയിൽ തന്നെ ഈ ഒരു വലിയ വിവാദമായി മാറിയിരിക്കണം. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് ഈ ഒരു പ്രതിഷേധം കണ്ടത്. നിങ്ങൾ കണ്ടല്ലോ എത്തരത്തിലാണ് അവർ ആ പ്രതിഷേധം അറിയിച്ചതും. നടൻ പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ചിത്രങ്ങളിൽ ചെരുപ്പ് അടിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധം നടത്തിക്കുന്നത്. അത് മറ്റൊന്നുമില്ല, ഈ ഒരു സിനിമയിലെ ഡാമുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുള്ളത് അത് മാറ്റണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. ുള്ള തർക്കങ്ങൾ കത്തി നിൽക്കുന്നതിനിടെയാണ് തമിഴ്നാട്ടിൽ നിന്ന് പുതിയ വിവാദം. സിനിമയിലെ ചില രംഗങ്ങളിൽ അണക്കെട്ടിനെ ചൊല്ലിയുള്ള പരാമർശങ്ങളാണ് പെരിയാർ വൈഗ ഇറിഗേഷൻ കർഷക കൂട്ടായ്മ ഏറ്റുപിടിച്ചിരിക്കുന്നത്. പരോക്ഷമായി മുല്ലപ്പെരിയാറിനെയാണ് ലക്ഷ്യം വെച്ചതെന്ന് സംഘടന പറയുന്നു. കരാർ പ്രകാരം തമിഴ്നാട്ടിലുള്ള അവകാശങ്ങൾ തെറ്റായി ചിത്രീകരിച്ചെന്നും സംഘടന ആരോപിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് കമ്പം, തേനി മേഖലകളിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അണക്കെട്ടുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. ബുധനാഴ്ച കമ്പത്തും വ്യാഴാഴ്ച തേനിയിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് കൂട്ടായ്മയുടെ നീക്കം. തമിഴ്നാട്ടിലെ 442 ബ്രാഞ്ചിൽ 1968 சிற்பண்ட ஆரம்பிச்சது சென்னையில். இந்த கோபாலன் திருவனந்தபுரத்துல இல்ல, எர்ணாகுளத்துல இல்ல, இங்கதான் ஆரம்பிக்கிறார். இங்க ஆரம்பிச்சு இந்த தமிழ்நாட்டுல இந்த அப்பாவி தமிழர்களுடைய வரி பணத்தை சுரண்டி நீங்க என்ன செய்றீங்க? சீட்டுகளின் மூலமாக இந்த பணத்தை திரட்டி அதில் வரக்கூடிய வருமானத்தை எடுத்துக்கொண்டு இந்த தமிழ் மக்களுக்கு எதிராக கேரளாவில் நீங்க என்ன செய்றீங்க? சினிமா எடுக்கிறீங்க. எப்படி ஏத்துக்கிட முடியும்? எப்படி ஏத்துக்கிட முடியும்? ஒருபோதும் ஏற்றுக்கொள்ள முடியும். உங்களுடைய திரைப்படம் எதை வேண்டுமானாலும் பேசட்டும், முல்லை பெரியார் மீது அது கை வைக்கும் என்று சொன்னால் அதை வேடிக்கை பார்த்துக் கொண்டிருப்பதற்கு நாங்கள் ஒன்றும் முட்டாள்கள் அல்ல. ഇതിനിടയിലാണ് നമ്മുടെ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഈ ഒരു എമ്പുരാൻ സിനിമയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഒന്ന് കേട്ടു നോക്കാം. ഈ എമ്പുരാൻ വിഷയം വളരെ സജീവ ചർച്ചയ്ക്ക് ഇന്ന് പാർലമെന്റിലും കൊണ്ടുവരുന്നുണ്ട് ഇടത് കോൺഗ്രസ് എംപിമാർ. എന്താണ് കാര്യത്തിൽ തങ്ങളൊരു സിനിമാ പ്രവർത്തനം കൂടിയല്ലേ? വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്, അത്ര എനിക്ക് പറയാനുള്ളൂ. വെറും ഡ്രാമ, കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ, അത് മാത്രമാണ് നടക്കുന്നത്. കേരളത്തിൽ ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാൻ, അവര് തീരുമാനിച്ചതാണ്. അത് വെച്ച് കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമ എന്നാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും റീ എഡിറ്റ് ചെയ്യുമെന്നും അതിൽ 24 കട്ടുകളാണ് ചെയ്തിരിക്കുന്നത്. പുതിയ എമ്പുരാനില് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമുണ്ടെങ്കിലും അതിൽ നന്ദി അറിയിക്കുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നന്ദി അറിയിക്കുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. അതുവരെ കട്ടാക്കിയിട്ടാണ് ഇപ്പോൾ പുതിയ എമ്പുരാന്റെ ഒരു റീ എഡിഷൻ വന്നിരിക്കുന്നത്. എമ്പുരാനിൽ സെൻസർ ബോർഡിന്റെ 24 വെട്ട സെൻസർ രേഖകൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. സ്ത്രീകൾക്കെതിരായ അക്രമ രംഗങ്ങൾ മുഴുവനും ഒഴിവാക്കി. NIA പറ്റി പരാമർശിക്കുന്ന ഭാഗം മ്യൂട്ട് ചെയ്തു. നന്ദി കാർഡിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആശംസ് സിദ്ധാർത്ഥ് ചേരുന്നു. ആശംസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പുതിയതായി വരുന്ന റീ എഡിറ്റഡ് വേർഷനിൽ ഒഴിവാക്കിയിട്ടുള്ളത്? മോത്തി, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, അതായത് സെൻസർ ബോർഡിന്റെ ഏറ്റവും പുതിയ കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം, സിനിമ 3 മണിക്കൂറോളം ഡ്യൂറേഷൻ ഉള്ളതാണ് സിനിമ. ആ സിനിമയിൽ നിന്ന് 2 മിനിറ്റ് 8 സെക്കൻഡ് ഭാഗങ്ങളാണ് നിലവിൽ വെട്ടിയിട്ടുള്ളത്. അതായത് നേരത്തെ പറഞ്ഞത് 17ഓളം രംഗങ്ങളാണ് ഈ സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പോകുന്നത് എന്നാണ്. എന്നാൽ പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം 24 രംഗങ്ങളാണ് ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രംഗം എന്ന് പറയുന്നത് സിനിമയിലെ തുടക്ക ഭാഗത്തുണ്ടായിരുന്ന ഒരു സ്ത്രീയെ, ഗർഭിണിയായ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു, 30 സെക്കൻഡോളം നീളം വരുന്നത്. അത് മുഴുവനായി നീക്കം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ NIA പേര് പരാമർശിക്കുന്ന ഭാഗങ്ങളുണ്ട്, ആ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നു. ബജ്രംഗി ബാബ എന്ന പേരിലുള്ള വില്ലന്റെ പേരുണ്ട്, ആ പേര് ഒന്നെങ്കിൽ നീക്കം ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരു പേര് അതിന് സമാനമായി ഓവർലാപ്പ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ അവിടെ മ്യൂട്ട് ചെയ്യും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും 2 മിനിറ്റും 8 സെക്കൻഡും ഈ നേരം ഈ സിനിമയിൽ നിന്ന് കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ശരി ആശംസ. 2 മിനിറ്റ് 8 സെക്കൻഡ് നേരമാണ് ഈ സിനിമയിൽ നിന്നും എഡിറ്റ് ചെയ്ത് മാറ്റുക. അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്ന ഭാഗങ്ങളൊക്കെയും മാറ്റിയ ശേഷമായിരിക്കും പുനർപ്രദർശനത്തിന് എത്തിക്കുക. ഇതിന് പിന്നാലെ നമ്മുടെ ആന്റണി പെരുമ്പാവൂരിനും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണല്ലോ, മേജർ രവി എത്തരത്തിലാണ് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. അതായത് അദ്ദേഹം ഈ ഒരു സിനിമ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പൃഥ്വിരാജ് ചതിച്ചു എന്നുള്ള രീതിയിൽ ഒരു ലൈവ് വീഡിയോ ആയിരുന്നു നമ്മുടെ മേജർ രവി ഉന്നയിച്ചിരുന്നത്. ശരിക്കും ആ ഒരു വീഡിയോ വലിയ രീതിയിൽ വിവാദമാവുകയും ഇതിന് പിന്നാലെ തന്നെ പൃഥ്വിരാജിന്റെ അമ്മയായ മല്ലിക സുകുമാരനും ഇതിനെ പ്രതികരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. മേജർ രവി ഇത്തരത്തിൽ പറഞ്ഞ ഒരു പരാമർശം അവർക്ക് പിടിച്ചില്ല. കാരണം ലാലേട്ടൻ ഈ ഒരു സിനിമ റിലീസിന് മുന്നേ തന്നെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടും അറിയാമെന്ന് തന്നെയാണ് പറയുന്നത്. അതിപ്പോ ഈ ഒരു ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് മേജർ രവി അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനും അറിയില്ല.
അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. മോഹൻലാൽ ഇതിന്റെ പ്രിവ്യൂ കണ്ടിരുന്നു. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അല്ല, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ്. എനിക്ക് ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ. അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. അല്ല, ഇതിനകത്ത് ഭയം എന്നുള്ളതല്ല. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഞങ്ങളാരും. മോഹൻലാൽ സാറും അതെ, പൃഥ്വിരാജും അതെ. എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു അസോസിയേഷനിൽ നമ്മൾ പോയിട്ടില്ല. ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമ നിർമ്മാതാവ് എന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്ക് ഒക്കെ ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ്, ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അതിലൂടെയാണ് ഈ ഒരു എഡിറ്റ് നടന്നിരിക്കുന്നത്. അത് 2 മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്നും മാറ്റിയിരിക്കുന്നത്. ഇത് വേറെ ആരുടെ നിർദ്ദേശപ്രകാരമൊന്നുമല്ല, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇനി ഫ്യൂച്ചറിലായാലും നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ വേറൊരു ആൾക്കാർക്ക്, ഏതൊരു ആൾക്കാർക്ക് വിഷമം ഉണ്ടായാലും അതിനെ അതുപോലെ തന്നെ സമീപിക്കണമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അത് നിങ്ങൾ അങ്ങനെ വലിയ ഒരു പ്രോബ്ലം ഉള്ള കാര്യമൊന്നുമില്ല. ഇല്ല, അങ്ങനെ ആരുടെ ആവശ്യമാണ് എന്ന് പറയാൻ പാടില്ല. ഇത് ഞങ്ങളുടെ അല്ല, അത് സിനിമയിലെ അല്ല. ഈ സിനിമ ഉണ്ടാകുന്ന സമയത്ത് എല്ലാം അത് ഈ മുൻകാലങ്ങളിലും നടന്നിരിക്കുന്നതാണ്. അപ്പോൾ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട, ഇത് ഒരു പാർട്ടി അല്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് ഒരു വിഷമം ഉണ്ടായാൽ പോലും നമ്മൾ അതിനെ ചിന്തിക്കുകയും കറക്റ്റുകയും ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. അല്ല, അത് നമ്മൾ സിനിമ വരുന്ന സമയത്ത് എന്തായാലും നെഗറ്റീവ് പബ്ലിസിറ്റി പോസിറ്റീവായി ഗുണം ചെയ്തതോടെയാണ് ഇറങ്ങിയതിന്റെ 2ാം നാൾ തിയേറ്ററിൽ മൂക്കും കുത്തി വീഴുമായിരുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം എമ്പുരാൻ ഇപ്പോൾ വിജയപാതയിലേക്ക് കുതിക്കുകയാണ്. ചിത്രത്തിനെതിരെ സംഘ് പരിവാർ അനുകൂലികളും ചില യൂട്യൂബ് ചാനലുകളും വെബ് മീഡിയകളും ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടത്തിയതാണ് എമ്പുരാന് തിരിച്ചുവരവിലേക്കുള്ള ഈ ഒരു വഴിയൊരുക്കിയത്. എഡിറ്റ് ചെയ്യാത്ത ചിത്രം കാണുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പൊരിഞ്ഞ ബുക്കിംഗ് ആണ് നടക്കുന്നത്. ടിക്കറ്റുകൾ ഓൺലൈനായി വിറ്റുതീർന്നു. ഇതോടെ മലയാളത്തിലെ ഏറ്റവും വേഗത്തിൽ 200 കോടി ക്ലബിൽ എത്തുന്ന ചിത്രമായി എമ്പുരാന് മാറി. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ 5 ദിവസം കൊണ്ടാണ് ആഗോളതലത്തിൽ 200 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. സിനിമയ്ക്കെതിരെയും അണിയറ പ്രവർത്തകർക്കെതിരെയും സംഘപരിവാർ അനുകൂലികളുടെ ഭാഗത്തു നിന്നും വ്യാപക സൈബർ ആക്രമണം നടക്കുന്നതിനിടെയാണ് ഈ ഒരു ചിത്രം റെക്കോർഡ് നേട്ടം കരസ്ഥമാക്കിയത്. സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി നേടിയതായും റിപ്പോർട്ടുകളുണ്ട്. വെറും 5 ദിവസം കൊണ്ടാണ് എമ്പുരാൻ കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി ഗ്രോസ് നേടിയെന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. വിജയ് ചിത്രം ലിയോയുടെ റെക്കോർഡ് മറികടന്നാണ് മോഹൻലാൽ ചിത്രത്തിന്റെ ഈ ഒരു നേട്ടം. 10 ദിവസം കൊണ്ടായിരുന്നു ലിയോ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി നേടിയത്. UK ഉൾപ്പെടെയുള്ള വിദേശ മാർക്കറ്റുകളിലും സിനിമയ്ക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. ഷാറൂഖ് ഖാൻ, വിജയ് സിനിമകളുടെ ഈ ഒരു കളക്ഷൻ പോലും മറികടന്നാണ് സിനിമ ജൈത്രയാത്ര തുടരുന്നത്.